Namaskaram, this is me Adina Chandran and you're watching The Life. Today is day 2 of exploring London. First നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ തുടങ്ങാം. ഇന്നും നമ്മൾ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് സെയിം ഇൻ മദ്രാസ് ഫ്ലേവേഴ്സ് തന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പ്ലാൻ. അടുത്ത ദിവസം ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കും കഴിക്കുക. ബിക്കോസ് ദ ബെസ്റ്റ് ദോശ ഇഡ്ഡലിയൊക്കെ കിട്ടുന്ന സ്ഥലം വെച്ചിട്ട് അതെന്തായാലും കഴിക്കും. സോ ഞാൻ പനീർ മസാല ദോശയാണ് കഴിക്കുന്നത്. ദിനേഷ് ഹാവ് ഓർഡർ നെയ് റോസ്റ്റ് ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ഓർഡർ. Here is my paneer dosa. Unboxing the paneer dosa. Perfect. Wow. எப்படி இருக்கு? நல்லா டேஸ்ட் பண்ணி பாருங்க. Number first destination Buckingham Palace. 11 o'clock ഗാർഡ് ചേഞ്ച് ഉണ്ടാവും. നല്ല വെതറാണെങ്കിൽ നമുക്ക് അത് കാണാം. നമ്പർ 2 നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആൻഡ് ദെൻ നാഷണൽ ഗാലറി. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. കം ഓൺ ലെറ്റ്സ് ഗോ. സോ ഗ്രീൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ട്യൂബ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് നടന്നിട്ട് പോകണം. 10 minutes വാക്ക് ഉണ്ട്. ഈ ഗാർഡ്സ് ചേഞ്ച് 11 o'clock നടക്കുക. ഇപ്പോൾ 10:55 ആയി. വെതർ നല്ലതാണെങ്കിൽ ഉണ്ടാവുന്ന പറഞ്ഞാൽ വെതർ മഴയൊന്നും ഇപ്പോൾ പെയ്യുന്നില്ല. സോ നമ്മൾ ഓടിപ്പോവാണ്. ബിക്കോസ് വി റിയലി വാണ്ട് ടു സീ ദാറ്റ് ഗാർഡ്സ് ചേഞ്ച്. ലെറ്റ്സ് ഗോ. ചുറ്റിലും നല്ല പാർക്കാണ്. വലിയ വലിയ മരങ്ങളെല്ലാം ഉള്ള നൈസ്. അപ്പം വെയിൽ പക്കാറുണ്ടാക്കും. സോ അനദർ ഇൻഫർമേഷൻ, ഗാർഡ്സ് ചേഞ്ച് എല്ലാ ദിവസവും ഉണ്ടാവില്ല. അത് ഒരു ദിവസം വിട്ട് ഒരു ദിവസം അങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇഫ് യു വോണ്ട് ടു നോ മോർ ഇൻഫർമേഷൻ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസമാണ് ടൈമിങ് തൊട്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അങ്ങനെയാണ് ഇന്ന് 11 o'clock നമുക്ക് മനസ്സിലായത്. സോ ആൻഡ് ഓൾവേസ് കം ഏർലി, അല്ലെങ്കിൽ നമുക്ക് മുന്നിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള തിരക്കാണ് കാണിച്ചാൽ ഗൈസ്. ഫൈനലി വി ആർ ഹിയർ at the Buckingham Palace. ബക്കിംഗ്ഹാം പാലസിൻ്റെ മുന്നിലുള്ള പാർക്കാണ്. ലുക്ക് അറ്റ് ദിസ്, സോ നൈസ്. ഓക്കെ, എനിവേ ഇപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്ത് കുറച്ച് തണുക്കുന്നു. സോ വി തോട്ട് ടു ഗെറ്റ് സം കോഫി. ഇന്നലെ നമ്മൾ ചൈന ടൗണിൽ നിന്ന് വാങ്ങിയ കേക്ക് ഞങ്ങൾ ഇപ്പോഴാണ് കഴിക്കുന്നത്. ഫ്ലഫി എൻ്റെ അമ്മേ. എവിടെ ഇருக்கு? ലെറ്റ് മീ ഹാവ്. സോ അവിടെയാണ് ബക്കിംഗ്ഹാം പാലസ് ഉള്ളത്. അതിൻ്റെ ഇവിടെ ആയിട്ട് ബാക്കിൽ ഫ്രണ്ടിലായിട്ട് ഒരു കോഫി ഷോപ്പുണ്ട്. സോ അവിടെ നിന്ന് ഐ ഗോട്ട് എ മോക്ക. ഇറ്റ്സ് ഗുഡ്. ഇല്ല, ഞാൻ വല്ലപ്പോഴും കോഫി കുടിക്കാറുള്ളൂ. കുടിക്കുമ്പോൾ എനിക്ക് കുറച്ച് മധുരം വേണം. നോട്ട് ടു മച്ച്, ബട്ട് എന്നിട്ട് ഞാൻ തന്നെ കുറച്ച് മധുരം ആഡ് ചെയ്തു. ആൻഡ് ഹെവി ആർ ഇന്ന് ഭയങ്കര ഹെവിയായി. ഇനി ലഞ്ചൊന്നും വേണമെന്ന് തോന്നുന്നില്ല. വയറ് ഫുള്ളാണ്. ഈ സ്ഥലം എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാം. ഇവിടെ ഇങ്ങനെ എത്ര നേരം വേണം ഇരിക്കാൻ തോന്നും. നൈസ് പ്ലേസ്.
എക്സ്പീരിയൻസ് വാസ് സോ ഗുഡ്. ഇവിടെ ഓയിസ്റ്റർ കാർഡ് എന്നൊരു കാർഡുണ്ട്. സോ അത് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബ്സ് ഓർ ബസ് എവിടെ വേണമെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് നമുക്ക് യാത്ര ചെയ്യാം. സോ ഓയിസ്റ്റർ കാർഡ് നമ്മൾ റീചാർജ് ചെയ്തതുകൊണ്ട് ബസ് നമ്മളിന്ന് യൂസ് ചെയ്ത് ഇന്ന് ഫുള്ള് ബസ് പോകുന്ന വിചാരിക്കുന്നത്. മേലെ ഇരുന്നിട്ട് ട്രാവൽ ചെയ്യാൻ നല്ലതായിട്ടുണ്ട്. വ്യൂ നമുക്ക് ചുറ്റും ഇങ്ങനെ കാണാം. ബസ്സിൽ ട്യൂബിൽ പോകുമ്പോൾ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഇറ്റ്സ് അണ്ടർഗ്രൗണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വണ്ടികൾ കാണാം, ആൾക്കാരെ കാണാം, ബിൽഡിങ്സ് കാണാം. സോ ഇറ്റ്സ് മോർ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഇന്ന് ഫുള്ള് ഞങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു 10 minutes നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമിലേക്കുണ്ട്. നടന്നു പോകുന്ന വഴിക്കും ഫുള്ളും വലിയ വലിയ ബിൽഡിങ്സ് ആണ് ചുറ്റും. ഈ ഓഫീസസ്, കോൺസുലേറ്റ്സ്, അങ്ങനത്തെ കുറേ ബിൽഡിങ്സ്, അവരുടെ റെസിഡൻസ് ഏരിയ അങ്ങനത്തെ ഒക്കെയാണ്. സോ ഒരു വലിയ ഒരു എന്താ പറയണ്ടേ, ബിൽഡിങ്സ് ആർ ലൈക്ക് ഇതൊരു ഭയങ്കര വാക്കബിൾ സിറ്റിയാണ്. നമ്മുടെ നാട്ടിലെല്ലാം ഒരു ചെറിയ ഡിസ്റ്റൻസിന് ഓട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവിടെ എല്ലാവരും നടക്കുക, നമുക്ക് നടക്കാനാണ് വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചക്കച്ചക്കെന്നിട്ട് തന്നെ അൺവാണ്ടഡ് ട്രാഫിക് ഒന്നുമില്ല. ഒന്നിക്ക് സൈക്കിൾ നമുക്ക് റെഡിറ്റ് എടുക്കാം, ഇല്ല നടക്കുക വരണോ അത് ഓപ്ഷൻ. സോ ഇങ്ങനെ നടന്ന് തിന്നുന്നതനുസരിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം വേഗം ഡൈജസ്റ്റും ആകുന്നുണ്ട്. ഇറ്റ്സ് സോ ഗുഡ്. ഇതാണ് സൈക്കിൾസ്, ബൈക്സ്. നമുക്കാണെങ്കിൽ അത് എൻ്റെ അടുത്ത് ഇതാക്കാം. ഇപ്പോൾ அந்த ബിൽഡിംഗ് സൂപ്പറായിട്ടില്ല. ഇതൊക്കെ ഈ ബിൽഡിങ്സ് രണ്ട് ഭാഗത്ത് ഇങ്ങനത്തെ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ എസ്തറ്റിക് ബിൽഡിങ്സ് ആണ്. നൈസ്. നമുക്ക് ഇങ്ങനെ കാഴ്ചയും കണ്ട് വായി നോക്കിക്കൊണ്ട് നടക്കാം. കോളേജ് ഇത് കോളേജ്, ഇറ്റ് സീൻസ് ഇംപീരിയൽ കോളേജ്. സോ ദിസ് ഇസ് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം. ഓ വാവ്. പക്ഷെ നമ്മൾ പോകുന്നത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ചെക്ക് കൊടുക്കണ്ടേ? ദിസ് മ്യൂസിയം ഇസ് നൈസ്. എസ്പെഷ്യലി എനിക്ക് ഹ്യൂമൻ എവല്യൂഷനുള്ള പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. മ്യൂസിയംസ്, ഇങ്ങനത്തെ ഹിസ്റ്ററി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് യു ക്യാൻ കം ഹിയർ. ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇവിടെ എൻട്രി ഈസ് ഫ്രീ, സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ലണ്ടൻ ഇസ് എക്സ്പെൻസീവ്, ബട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലോണം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ആൻഡ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. സോ യു ക്യാൻ എന്താ പറയണ്ടേ, അതിലൊന്ന് അന്വേഷിച്ചൊന്ന് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞുതരാം വീഡിയോയുടെ അവസാനം എവിടെ എന്തൊക്കെയാണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ്. ദിസ് ഇസ് വൺ ഓഫ് ദം. ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. വാവ്, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ ഏരിയ സ്പെഷ്യലി ഈ ഏരിയ ഇസ് സോ നൈസ്. Natural History Museum. Una pidichada Dinesh. I liked it so much. So now I think നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ചുറ്റിക്കാണൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എനിക്ക് ഇവിടുത്തെ ആർക്കിടെക്ചർ ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാം നൈസാണ്, എൻട്രി ഫ്രീ ആണ്, വിച്ച് ഇസ് ഗ്രേറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം ഗൈസ്. കം ഓൺ. മാത്രം മതി നമുക്ക്. ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സേ ഞങ്ങളുടെ ബസ് യാത്രയാണെന്നാണ്. ബിക്കോസ് ഇറ്റ് വാസ് സോ ഗുഡ്. നമുക്ക് മേളിലൊക്കെ ഇരുന്ന് ഫുള്ള് സിറ്റി വ്യൂ കാണാം. ഞാൻ എത്രയോ ആഗ്രഹിച്ചതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡബിൾ ഡെക്കർ ബസ് കയറാൻ ആഗ്രഹിച്ച് മുംബൈ വരെ പോയപ്പോൾ ഒരുപാട് ശ്രമിച്ചതാണ്. ഇറ്റ് വാസ് സോ ക്രൗഡഡ്. എനിക്കൊരു തികച്ച് 5 minutes പോലും മുംബൈയിൽ എനിക്ക് ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് സോ ഡിസപ്പോയിൻറ്റഡ്. സോ അതൊക്കെ എനിക്ക് ലണ്ടനിൽ വന്നപ്പോൾ സാധിച്ചു. ഇവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു. വി റിയലി എൻജോയ്ഡ് ദ റൈഡ് സോ മച്ച്. പിക്കഡലി സർക്കസിലേക്ക് നമ്മളെത്തി. ഇവിടെ നമുക്ക് നാഷണൽ ഗാലറിയിലേക്ക് പോകണം. അപ്പുറത്തെ ഗ്രീൻ സിഗ്നൽ വന്നാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് നടന്ന് പോകാം. ലുക്ക് അറ്റ് ദി സ്ക്വയർ. ബിൽ ബോർഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ ദ നാഷണൽ ഗാലറിക്ക് എൻട്രി ഫ്രീ ആണ്, ബട്ട് വി ഹാവ് ടു ടേക്ക് ദ ടിക്കറ്റ്സ് മുൻകൂട്ടി എടുക്കണം. അങ്ങനെ ടിക്കറ്റ്സൊക്കെ ഞങ്ങൾ ആദ്യം എടുത്ത് വെച്ചതാണ്. സോ നോ വറീസ്. ബട്ട് ഇത് ട്രഫാൽഗർ സ്ക്വയർ എന്ന് പറയും. ചുറ്റിലും ബിൽഡിംഗ് ആൻഡ് മിഡിൽ ഒരു ചെറിയ സ്പേസ്, അതിനാണ് ഇവിടെ സ്ക്വയർ എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. ഞാൻ കാണിച്ചത്.
സീറ്റിലിരുന്നുകൊണ്ട് യാത്ര ചെയ്യാണ്. ദ വ്യൂ ഈസ് അടിപൊളി, സോ ബ്യൂട്ടിഫുൾ. ഭാരത് ഭവൻ നമ്മുടെ ഇന്ത്യൻ എംബസി ആണെന്ന് തോന്നുന്നു. ഇന്ത്യൻ ഫ്ലാഗ് ഇസ് റൈറ്റ് ദേർ. അയ്യോ, ബസ് വന്ന് മാറി. വി ആർ റൈറ്റ് നൗ അറ്റ് ലണ്ടൻ കുറുക്കുസന്ത്. അപ്പോൾ നമ്മളിപ്പം ബോറോ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഡിന്നർ ഇസ് അറ്റ് എന്ന് പറയണ്ടേ ബോറോ മാർക്കറ്റ് പോയാണ് നമ്മൾ തിന്നാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ബോറോ മാർക്കറ്റ്. നമ്മൾ ഇത്ര നാളും ബാംഗ്ലൂർ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തു, ചെന്നൈ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ലണ്ടൻ ഫുഡ് സ്ട്രീറ്റ്. അല്ല ദിനേഷ്, ഫസ്റ്റ് ടൈം വിത്ത് ഫുഡ് സ്ട്രീറ്റ് വിത്ത് മൈ ഹസ്ബൻഡ്. ലെറ്റ്സ് ഗോ. റൈറ്റ് നൗ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിസിയസ്റ്റ് ലണ്ടൻ. ബിസിയസ്റ്റ് എല്ലാവരും ജോലി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ ടൂറിസ്റ്റുകളും എല്ലാവരും ഉണ്ട്. This is London Bridge. Here we are. ഇതാണ് ബോറോ മാർക്കറ്റിന്റെ തുടക്കം. Oh, it's nice. I like this already. ഒരു ചെറിയ പ്രോബ്ലം, നമ്മൾ ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ് ആയി. ബിക്കോസ് ഇവിടെ ഫുഡ് സ്ട്രീറ്റിന് പോലും ടൈമിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ രാത്രിയാണല്ലോ ഫുഡ് സ്ട്രീറ്റ് വളരെ ആക്റ്റീവ്. ഇവിടെ അതിനും മോർണിംഗ് 10 to evening 5 ആണ്. സോ മോസ്റ്റ് ഓഫ് ദ ഷോപ്സ് ആർ ക്ലോസ്ഡ്. വി ആർ ഡിസപ്പോയിൻറ്റഡ്, ബട്ട് ദിസ് ഇസ് എ സൈൻ. ஸோ இன்னொரு வருஷம் தினேஷ் நம்ம ബോറോ സ്ട്രീറ്റ് എക്സ്പ്ലോർ பண்ணுறதுக்காக മറുപടി വ്യാപിക്കാം. അതാ ദിനേഷ് സെറ്റാണ്. സോ നമ്മളിപ്പം എനിക്ക് പിസ്സ തിന്നണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ ഫ്രാങ്കോ മാങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വരുന്നത്. പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഫ്രാങ്കോ മാങ്ക. സോ ദിസ് ഇസ് പിസ്സ. മഷ്റൂംസ്, മഷ്റൂംസ്, ട്രഫിൾ പെസ്റ്റോ ബേസ്, മൊസറല്ല. ட்ரை பண்ணி பாரு தினேஷ். அதுதான் புரோட்டோன்னு நினைக்கிறேன். புரோட்டோ. വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ഈറ്റ്. ഇതേ നമ്മൾ പിന്നീട് പിടിച്ചിട്ടിരിക്കുന്നു. ബോറോ മാർക്കറ്റിലെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൽ അത്യാവശ്യം വിഷമമുണ്ട്. കാരണം ഞങ്ങളുടെ ലണ്ടൻ ലിസ്റ്റിൽ ടോപ്പിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അത്. അങ്ങനെ ആ സങ്കടം മാറ്റാൻ വേണ്ടി ഹൺസ്ലോയിലെ ചെന്നൈ ബിരിയാണി കടയിൽ പോയി നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങിച്ച് വയറ് നിറച്ചും കഴിച്ച് വിഷമമെല്ലാം അങ്ങോട്ട് മാറ്റി. ടൈം 9:30 ആവാറായി. സോ ഇത് നമുക്ക് ഇങ്ങനെ സൺസെറ്റ് കാണാം. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് സെറ്റിലായി. നമ്മൾ പോയ സ്ഥലങ്ങൾ, അതായത് ബക്കിംഗ്ഹാം പാലസിലെ ഗാർഡ് ചേഞ്ച്, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, നാഷണൽ ഗാലറി, ഇതൊക്കെ വാസ് സോ ഗുഡ്. ആൻഡ് ഹൈലൈറ്റ് ഓഫ് ദ ഡേ വാസ് ബസ്സിൽ യാത്ര ചെയ്തതായിരുന്നു. സോ ലണ്ടനിൽ നിങ്ങൾ വരുവാണെങ്കിൽ നെവർ എവർ എവർ മിസ് ദാറ്റ്. നമ്മൾ ഇന്നലെ ഫുള്ള് ട്യൂബിലാണ് ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തും ട്യൂബിൽ പോകുമ്പോൾ. ബട്ട് നമുക്ക് ചുറ്റും ഒന്നും കാണാൻ പറ്റില്ല, അത് അണ്ടർഗ്രൗണ്ട് ആണല്ലോ. ബട്ട് ബസ് പോകുന്ന എക്സ്പീരിയൻസ് അതിങ്ങനെ എല്ലാം നമുക്കിങ്ങനെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തോടെ, അത് എസ്പെഷ്യലി മേലെ ഇരിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇനിയും ബസ് കയറി കൊതി മാറിയിട്ടില്ല എന്നെല്ലാം പറയും, അതുപോലെ ഉണ്ടായിരുന്നു. ഓവറോൾ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇന്ന് മെയിൻലി ഇന്ത്യൻ ഫുഡാണ്. ഡിന്നർ അടിപൊളിയായിരുന്നു, മദ്രാസ് ബിരിയാണിയിൽ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്നത്. ദിസ് ഇസ് മീ അദീന ചന്ദ്രൻ സൈനിങ് ഓഫ് ഫ്രം ദി ലൈഫ്.